മുകേഷിന്റെ രാജിയിൽ ഔദ്യോഗിക നിലപാട് സ്വീകരിക്കാൻ ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും. അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമാകും. ഭൂരിപക്ഷം നേതാക്കളും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. ഇവരുമായി പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, ഈ മുകേഷിന്റെ രാജി വിഷയത്തിൽ ഔദ്യോഗികമായൊരു നിലപാട് സ്വീകരിക്കാൻ തന്നെയാണോ CPIയുടെ നിർണായകമായ യോഗം ഇന്ന് ചേരുന്നത്? മറ്റ് വിശദാംശങ്ങളും. CPIക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കാരണം ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട അനിരാജയെ പോലെയുള്ള നേതാക്കൾ വലിയ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മുകേഷ് ഉടൻ തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യമായി ഉയർത്തി കഴിഞ്ഞു. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് മുകേഷിന്റെ രാജി കാര്യത്തിൽ ആരും തിരക്ക് കൂട്ടരുതെന്നാണ്. ആരോപണം നേരിട്ടവർ നേരത്തെയുമുണ്ട്, അവർ രാജിവെച്ചിട്ടില്ലോ എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് സർക്കാർ നീങ്ങുന്നത് ശരിയായ വഴിയിലാണ്, സർക്കാർ ശ്രീപക്ഷത്താണ് തുടങ്ങിയിട്ടുള്ള അവകാശവാദങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിയിൽ തന്നെ രണ്ട് നിലപാട്, CPI തന്നെ രണ്ട് നിലപാട് ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മുകേഷിന്റെ രാജി വേണമെന്നുള്ളതാണ് മുതിർന്ന നേതാക്കളായ പ്രകാശ് ബാബുവിനെ പോലെയുള്ള അവരുടെ ഒപ്പം നിൽക്കുന്ന വിഭാഗമൊക്കെ ആവശ്യപ്പെടുന്നു. ആ കാര്യത്തിൽ CPI ശക്തമായ നിലപാട് പറയണമെന്നും അവർ അങ്ങനെയൊരു നിലപാട് അവർ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവിൽ, അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവുക. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രോആക്റ്റീവായി തീരുമാനമെടുക്കണമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നുള്ള നിലപാടുകൾ ഒക്കെ വിളിച്ചു പറയണമെന്നും ഒക്കെ CPI ഒരു ആവശ്യം ഉന്നയിക്കാറുണ്ട്. പക്ഷേ CPM നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് CPM എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനപ്പുറത്തേക്ക് CPIക്ക് പോകാൻ കഴിയില്ല. മുകേഷിന്റെ രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ CPM തീരുമാനമെടുക്കുന്നതിന് മുൻപ് അത്തരമൊരു ആവശ്യം CPI ഒരു പാർട്ടി എന്ന നിലയിൽ ഉയർത്തിയാൽ അത് മുന്നണി ബന്ധത്തിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് CPM ഒരു നിലപാട്. പ്രജിത്ത്, അത് തന്നെയാണ് ബിനോയ് വിശ്വം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അടക്കം നിലപാട് കർക്കശമാക്കിയിരുന്ന CPI നേതൃത്വം ഇന്ന് അല്പം മയപ്പെടുത്തിയോ എന്നുള്ള സന്ദേഹം തന്നെയാണുള്ളത്. കാരണം ഒരു തിരക്കിട്ട തീരുമാനത്തിലേക്ക് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട പോകേണ്ടതില്ല എന്നടക്കമുള്ള ബിനോയ് വിശ്വത്തിന്റെ പരാമർശം, അതായത് ഈ ഒരു മുന്നണി സംവിധാനത്തിൽ വിള്ളൽ വീഴുമോ എന്നുള്ള ഒരു ആശങ്ക നേതൃത്വത്തിന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണല്ലേ. ഒപ്പം ദേശീയ തലത്തിൽ ഇപ്പോൾ അനിരാജയടക്കം മുകേഷിന്റെ രാജി അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു ഭിന്നസ്വരങ്ങളും പാർട്ടിക്കുള്ളിൽ രൂക്ഷമാവുകയാണല്ലേ. അതാണ് KP ഞാൻ പറയുന്നത്. CPI ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. അനിരാജയെ പോലെയുള്ള നേതാക്കൾ, പ്രകാശ് ബാബുവിനെ പോലെയുള്ള നേതാക്കൾ മുകേഷിന്റെ രാജി ആവശ്യം തന്നെയാണെന്ന് ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് ഔദ്യോഗിക നേതൃത്വത്തിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ CPM-നെ പെട്ട ഒരു മുന്നണി ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാട് പറച്ചലിന് പാർട്ടിക്ക് സാധ്യമാകുമെന്നുള്ള ആശങ്ക ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഈ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നത്. ഈ യോഗം ചേർന്നാലും തന്നെ ഈ യോഗത്തിൽ ഇങ്ങനെ ഒരു നിലപാടുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം CPM അത് തീരുമാനമെടുക്കട്ടെ, ആ വിഷയത്തിൽ CPM ആണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം നാളെ ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ചേരുന്നുണ്ട്. ഇക്കാര്യത്തിലേക്കുള്ള തീരുമാനങ്ങൾ അതിലുണ്ടാകട്ടെ എന്നുള്ളതായിരിക്കും CPI നേതൃത്വം സ്വീകരിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത. കാരണം അതിനപ്പുറത്തേക്ക് ഒരു പരസ്യമായി മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് പാർട്ടി പോകാനുള്ള സാധ്യത ഇപ്പോഴില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ നിലവിൽ EP ജയരാജനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞ നിലപാടിനപ്പുറത്തേക്കുള്ള ഒരു വിമർശന സ്വരം ആയിരിക്കും. അത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPM നേതൃത്വത്തിനെതിരെ, മുകേഷിനെതിരെ വിമർശനം ഉയർന്നു എന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി കൊടുക്കുന്നത് പോലെയുമാകും. അപ്പോൾ അത്തരമൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലില്ല. CPM-ന്റെ തീരുമാനം നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം വരട്ടെ എന്നുള്ളതായിരിക്കും CPI സ്വീകരിക്കുന്ന ഒരു നിലപാട്. അല്ലെങ്കിൽ അതിന് തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത കാണുന്നത്. ഒരുപക്ഷെ മുതിർന്ന നേതാക്കളുടെയൊക്കെ അഭിപ്രായത്തെ പരിഗണിച്ച് മുകേഷിന്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ടാൽ അത് ഒരു CPM വളരെ അസ്വാരസ്യത്തിനും കാരണമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആകെ കൊഴിഞ്ഞു മറിഞ്ഞ് നിൽക്കുകയാണ് ഈ മുകേഷിന്റെ വിഷയത്തിൽ ഇടതുമുന്നണിയും CPM-ഉം CPI-യും എന്നൊക്കെ പറയുന്നത്. അവരുടെ നിലപാടുകളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു വിഷയമടക്കം ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം CPI അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.